ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദലിയ ഖിച്ചടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദലിയ ഖിച്ചടി എന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നുറുക്ക് ഗോതമ്പില്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഖിച്ചടി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നല്ല ഫൈബർ നിറച്ച് ഫുള്ളായിട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ട് നമ്മളൊരു ഖിച്ചടി ഇതിനെ റെഡിയാക്കി എടുക്കാം. ഇത് ഡിന്നറിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു കട്ടോരിയോ ഗ്ലാസ് അളവിനെടുക്കും, അതിനനുസരിച്ച് വേണം എല്ലാം കാര്യം എടുക്കാൻ. അപ്പോൾ ഞാൻ ഒരു കപ്പാണെങ്കിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കപ്പിന് അര കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് 2-3 വെള്ളത്തിൽ നന്നായി കഴുകി ഒരു അരമണിക്കൂറത്തേക്ക് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിനകത്ത് 2-3 ടേബിൾ സ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി അധികം വെക്കണേ. ഇത് നമുക്ക് ആണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സവാള പൊടിയായിരിഞ്ഞ് അത് ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് കൂടെ പൊടിയായിരിഞ്ഞ് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനമായിട്ട് നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി സാധനം നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊരു തക്കാളിയും കൂടി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതെല്ലാം വഴണ്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഉപ്പിൻ്റെ ഇടാനൊക്കെ വീഡിയോ സ്കിപ്പായി പോയി കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം അത് കാരണം ടേസ്റ്റിനനുസരിച്ച് മറക്കാതെ എല്ലാം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ 1 ക്യാരറ്റും 1 ക്യാപ്സിക്കും പിന്നെ 1/2 കപ്പ് ഫ്രഷ് ഗ്രീൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിപ്പോൾ തോന്നുന്നുണ്ട് ഡ്രൈ ആയി തോന്നുവാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ അതിനകത്ത് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ നമുക്കാണെങ്കിൽ നുറുക്ക് ഗോതമ്പും പരിപ്പും എല്ലാം നമ്മൾ കഴുകി ഒരു അരമണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം എക്സ്ട്രാ എത്രയാണെന്ന് വെച്ചാൽ അത് മൊത്തം വെള്ളം മാറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം വേണം നമുക്കത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. നുറുക്ക് ഗോതമ്പും ചെറുപയർ പരിപ്പും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റത്തേക്ക് നമുക്ക് ഈ മസാലയ്ക്കകത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. മസാലയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ഇതായി വരട്ടെ. മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കത് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏത് കപ്പിനാണ് നമ്മൾ നുറുക്ക് ഗോതമ്പ് എടുത്തേക്കെന്ന് വെച്ചാൽ ആ കപ്പിന് 5 കപ്പ് വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. കിച്ചടി എപ്പോഴും ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. ആദ്യം ഞാനാണെങ്കിൽ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും. ടോട്ടൽ നമുക്ക് 5 കപ്പ് വെള്ളമാകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിന് മേളിൽ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ വിതറാം. 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് വരും. ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. നിങ്ങൾ ഇട്ട് കൊടുക്കണേ. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് നല്ലതായിരിക്കും. അപ്പോൾ അതേ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സാധനങ്ങളും ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു അരമണിക്കൂറത്തേക്കെങ്കിലും കുക്കർ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അതിന് ശേഷം നമുക്കാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കാണെങ്കിൽ പാത്രത്തിൽ വിളമ്പി കഴിയുമ്പോൾ കുറച്ച് നെയ്യും ഇച്ചിരി തൈരും ഇച്ചിരി അച്ചാറും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഫുള്ളായിട്ടിരിക്കും കേട്ടോ. നമുക്ക് വിശക്കത്തില്ല. നല്ല ഹെൽത്തി റെസിപ്പി അത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.